കാഞ്ഞിരപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിലും പൊൻകുന്നം ഗവൺമെന്റ് VHSSന്റെ ആഭിമുഖ്യത്തിലും സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രസക്തി സംബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടി നടത്തി. പൊൻകുന്നം ഗവൺമെന്റ് സ്കൂളിൽ നടന്ന ദേശീയോദ്ഗ്രഥന സെമിനാർ കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര ചരിത്രം വളച്ചൊടിച്ച് പുതിയ ചരിത്രരചനകൾ രൂപം കൊള്ളുകയാണ് ഇക്കാലത്തെന്ന് MLA പറഞ്ഞു. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യ സമരങ്ങൾ വിപ്ലവങ്ങൾ എന്നറിയപ്പെടുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നതെന്ന് MLA പറഞ്ഞു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ വിളിക്കുന്നത് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് എന്നാണ്. അതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ വ്യത്യസ്തമാക്കുന്നത്. ലോകത്തെ മറ്റ് രാജ്യങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിന്നും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ വിഭിന്നമാക്കുന്നത് നമ്മുടേത് ഒരു മഹത്തായ പ്രസ്ഥാനമായിരുന്നു. എല്ലാ തരത്തിലുള്ള പ്രത്യയശാസ്ത്ര ധാരകളെയും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാ തരത്തിലുള്ള ആശയധാരകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളിൽ കൂടിച്ചേർന്ന ഒരു മഹത്തായ മുന്നേറ്റമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരം. അതുകൊണ്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് എന്നാണ് വിളിക്കുന്നത്. MG സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ സിറിയക് തോമസ് സെമിനാർ നയിച്ചു. ത്യാഗം അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളെ വിസ്മരിക്കുകയാണ് ഇന്ന് നാടെന്ന് പ്രൊഫസർ സിറിയക് തോമസ് പറഞ്ഞു. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്ന അക്കാമ ചെറിയാൻ ത്യാഗിനിയായിരുന്നുവെന്ന് ഉദാഹരണ സഹിതം പ്രൊഫസർ സിറിയക് തോമസ് ചൂണ്ടിക്കാട്ടി. അവർ ത്യാഗിനിയായി. നമുക്കറിയാം, തിരുവിതാംകൂർ സ്വാതന്ത്ര്യം പ്രഖ്യാപനത്തിന് ശേഷം രണ്ടാമത്തെ മന്ത്രിസഭയുണ്ടാകുന്ന സമയം പട്ടം നാണപിള്ള രാജിവെക്കുകയും പറവൂർ TK നാരായണപിള്ളയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭയുണ്ടാവുകയും ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഒരു വനിത മന്ത്രിയാവണം എന്ന നിർദ്ദേശം ആദ്യമായി വന്നു. സ്വാഭാവികമായും അക്കാമ ചെറിയാന്റെ പേരാണ് നിർദ്ദേശിക്കപ്പെട്ടത്. പക്ഷെ അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റു വൈരാഗ്യങ്ങൾ കൊണ്ടൊന്നുമല്ല. E. ജോൺ ഫിലിപ്പോസ് പറഞ്ഞു, ആനി മസ്ക്രീൻ മന്ത്രിയാവുന്നില്ലെങ്കിൽ ഞാൻ മന്ത്രിസഭയിൽ ചേരുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ AJ ജോൺ സുറിയാനി കത്തോലിക്കരുടെ ഭാഗത്തു നിന്ന് മന്ത്രിയായി വന്നിട്ടുണ്ട്. ഇനി അക്കാമ ചെറിയാൻ കൂടി വരുമ്പോൾ അത് വീണ്ടും വർദ്ധിക്കും, ഒരേ വിഭാഗത്തിൽ നിന്ന്. അതേസമയം ആനി മസ്ക്രീൻ ലത്തീൻ ക്രിസ്ത്യൻ വിഭാഗം പിന്നോക്ക വിഭാഗത്തിൽ നിന്ന്. അതുകൊണ്ട് അവരാണ് മന്ത്രിയാവേണ്ടത്. അക്കാമ ചെറിയാൻ പറഞ്ഞ മറുപടിയാണ് ഇത്. പറഞ്ഞപ്പോൾ PCC എക്സിക്യൂട്ടീവിൽ അവർ പറഞ്ഞു, എന്നേക്കാൾ ത്യാഗം അനുഷ്ഠിച്ചിട്ടുള്ളത് ആനി മസ്ക്രീനാണ്. ഞാനാണ് സീനിയർ എന്നുള്ളത് സമ്മതിക്കുന്നു, പക്ഷെ എന്നേക്കാൾ ത്യാഗങ്ങളുള്ളത് ആനി മസ്ക്രീനാണ്. അതുകൊണ്ട് അവർ തന്നെ മന്ത്രി ആയിക്കോട്ടെ എന്നാണ് പറഞ്ഞത്. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് P. സതീഷ് ചന്ദ്രൻ നായർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് കുന്നപ്പള്ളി, അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ, ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ, മിനി സേതുനാഥ്, ഗൗതം ബാലചന്ദ്രൻ, PM നിയാസ്, രജനി MC തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.